അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം സൂറത്തുൽ ളുഹയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ ളുഹയിലെ 3 ആയത്തുകളുടെ ആശയങ്ങളാണ് നാം മനസ്സിലാക്കിയത്. അല്ലാഹു പകലിനെയും രാത്രിയെയും സത്യം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, താങ്കളുടെ നാഥൻ താങ്കളെ കൈവെടിഞ്ഞിട്ടില്ല, വെറുത്തിട്ടുമില്ല. ഇങ്ങനെ വഹയിൻ്റെ ഇടവേളയ്ക്ക് ശേഷം അവതരിച്ച ഈ സൂറയിലൂടെ അല്ലാഹു തആല നബിയെ ആശ്വസിപ്പിക്കുകയായിരുന്നു. ഇനി അടുത്ത 2 ആയത്തുകൾ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വരാൻ പോകുന്ന നാളുകളെക്കുറിച്ച് വലിയ പ്രതീക്ഷ നൽകാൻ, ശരിക്കും പറഞ്ഞ ഒരു പ്രവചന സ്വഭാവമുള്ള 2 ആയത്തുകളാണ് അടുത്ത ആയത്തുകൾ. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതല്ലാ. ഈ ആയത്തുകളുടെ അർത്ഥം ശ്രദ്ധിക്കണം. അതോടൊപ്പം ലൽ ആഖിറ, ല തീർച്ചയായും, ആഖിറ പരലോകം എന്നർത്ഥമുണ്ട്. പിന്നെന്താ അർത്ഥം? അവസാനം എന്ന അർത്ഥമുണ്ട്, അല്ലേ? വലൽ ആഖിറത്തു, നിശ്ചയം അവസാനം ആണ്, ഖൈർ ഉത്തമമായിട്ടുള്ളത്, ലക്ക താങ്കൾക്ക്, മിനൽ ഊല, ഊല ആദ്യം എന്നാണ് അതിൻ്റെ അർത്ഥം. മിനൽ ഊല ആദ്യത്തേതിനേക്കാൾ താങ്കൾക്ക് അവസാനമാണ് ഉത്തമം എന്നാണ് നേർക്കുനേരെ വാക്കുകളുടെ അർത്ഥം. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. എന്താ ഇതിൻ്റെ അർത്ഥം? ഉദ്ദേശിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പം മക്കയിൽ ഇസ്ലാമിക പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? വളരെ പ്രയാസപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആളുകൾ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നു, ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു, കൂടെയുള്ളവരെ പ്രയാസപ്പെടുത്തുന്നു, അപവാദങ്ങൾ പറയുന്നു, പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പല സാഹചര്യങ്ങളാണ്. അപ്പം അല്ലാഹു പറയാണ്, ഇപ്പോൾ താങ്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളില്ലേ, ഇതൊക്കെ മാറും. എന്നിട്ട് നല്ലൊരു കാലം പിന്നീട് വരാൻ പോകുന്നുണ്ട്. മക്കയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയത്, അല്ലേ? പിന്നെ മദീനയിലും ഉണ്ടായിട്ടുണ്ട്. മക്കയിൽ ശരിക്കും സഹന സമരമായിരുന്നു. എല്ലാ പ്രയാസങ്ങളെയും സഹിച്ച് പൊറുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോവുമായിരുന്നു, അല്ലേ? പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചില്ലേ? നമ്മൾ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബത്തെയും അവർ ആ നാട്ടിൽ നിന്ന് തന്നെ ബഹിഷ്കരിച്ച് പുറത്താക്കി. അപ്പോൾ അവരെന്ത് ചെയ്തു? ഷഅബ് അബി താലിബ് എന്ന് പറയുന്ന നമ്മുടെ മസ്ജിദുൽ ഹറമിൻ്റെ അടുത്ത് സഫാ മറുവ കുന്നുകളിലെ അതിന് മറുവശത്തായിട്ട് കാണുന്ന മലമുകളിൽ പോയി താമസിക്കുന്നുണ്ട്. വെറും പുല്ല് മാത്രം, ഇലയും പുല്ലൊക്കെ തിന്നിട്ട് കഴിച്ചു കൂട്ടേണ്ട അവസ്ഥയുണ്ടായി 3 കൊല്ലക്കാലം. ഇങ്ങനെ പല പ്രയാസങ്ങളാണ്. അപ്പോൾ അല്ലാഹു പറയാണ്, ഈ ആദ്യ കാലമുണ്ടല്ലോ, പ്രവാചകത്വത്തിൻ്റെ ആദ്യ നാളുകൾ, ഈ നാളുകളെക്കാൾ താങ്കൾക്ക് ഉത്തമമായിട്ടുള്ളത് അവസാന നാളായിരിക്കും. അവസാന ഘട്ടത്തിൽ പല വിജയങ്ങളും സന്തോഷങ്ങളും വരാൻ പോകുന്നുണ്ട്. അങ്ങനെ 13 കൊല്ലം മക്കയിൽ വളരെ പ്രയാസപ്പെട്ട് ഇസ്ലാമിക പ്രചരണം നടത്തിക്കൊണ്ടിരുന്നു. എന്നിട്ട് പിന്നെ നാട് വിട്ടു പോയി, അല്ലേ? എങ്ങോട്ടാ പോയത്? മദീനയിലേക്ക് പോയി. മദീനയിലോ, അവിടെ എത്തിയതിന് ശേഷം യുദ്ധങ്ങളാണ്. പിന്നെ മക്കക്കാർ പല വിധത്തിലും കുതന്ത്രങ്ങൾ നടത്തിയിട്ട് മദീനയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴോ പിന്നെ ഫത്ഹ് മക്ക ഉണ്ടല്ലേ, മക്ക വിജയം എന്ന സംഭവം, മക്ക വിജയം എന്ന സംഭവം ഉണ്ടല്ലോ. മക്ക ഇസ്ലാമിന് കീഴ്പ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ അറബ് ലോകവും പിന്നീട് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇസ്ലാം എത്തിച്ചേരുന്ന സാഹചര്യമാണ് പിന്നെ ഉണ്ടായത്. അപ്പോൾ വരാനിരിക്കുന്ന കാലം ആണ് താങ്കൾക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും എന്ന് അല്ലാഹു പറയാണ്. ശരിക്കും ഇത് പറയുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കാലം വരും എന്നതിനെക്കുറിച്ച്
സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഘട്ടത്തിലാണ് അള്ളാഹു പറയുന്നത്. പക്ഷെ പറയുന്നത് ആരാണ്? അള്ളാഹുവാണ് അല്ലേ? അതുകൊണ്ട് തീർച്ചയായും നമുക്ക് വിശ്വസിക്കാൻ പറ്റും. നമ്മുടെ ലൈഫിലും ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ. ഇപ്പം നമ്മുടെ വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങളുള്ള അവസ്ഥ, ഉമ്മാക്ക് അല്ലെങ്കിൽ വാപ്പാക്ക് അസുഖമുള്ള അവസ്ഥ, പലതരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പിന്നീടൊരു ഘട്ടം വരും, എല്ലാം മാറിയിട്ട് നല്ലൊരു സാഹചര്യം വരും എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇങ്ങനെ ഒരു പ്രതീക്ഷ നൽകുകയാണ്. അത് പിന്നീട് യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഇതേപോലെ തന്നെ രണ്ടാമത് പറയുന്നുണ്ട്, വലസൗഫ യുഅതീക റബ്ബുക ഫതർള. അതോടൊപ്പം തീർച്ചയായും സൗഫ പിന്നീട്, യുഅതീക യുഅതി നൽകി എന്നാണ് അർത്ഥം. യുഅതീക നിനക്ക് നൽകും, റബ്ബുക നിന്റെ റബ്ബ് നൽകും. അങ്ങനെ തർള റളിയ യർള തൃപ്തിപ്പെട്ടു, ഫതർള അങ്ങനെ നീ സംതൃപ്തനാകും എന്ന് അള്ളാഹു വീണ്ടും വാഗ്ദാനം ചെയ്യാണ്. വലസൗഫ യുഅതീക റബ്ബുക ഫതർള. ശരിക്കും ഇതിലെ വാക്കുകൾ എല്ലാം നമ്മൾ പഠിച്ചാണ്. വാവ് പഠിച്ചാണ്, തീർച്ചയായും എന്നർത്ഥമുള്ള പഠിച്ചാണ്. സൗഫ എവിടെ പഠിച്ചത്? സൗഫ സൂറത്ത് തകാസുറിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? കല്ലാ സൗഫ തഅലമൂൻ പഠിച്ചതല്ലേ? വലസൗഫ യുഅതീക, യുഅതി പഠിച്ചിട്ടുണ്ടാവും. യുഅതിയുടെ വേറൊരു രൂപമാണ് പഠിച്ചത്, അഅത എന്ന് പഠിച്ചു. ഇന്ന അഅതൈനാക, ഓർക്കുന്നില്ലേ? സൂറത്തുൽ കൗസർ. അഅത നൽകി, യുഅതി നൽകും. വലസൗഫ യുഅതീക തീർച്ചയായും പിന്നീട് നിനക്ക് നൽകും. ആര് നൽകും? റബ്ബുക നിന്റെ റബ്ബ് നൽകും. അപ്പോ തർള റളിയ യർള, നേരത്തെ എവിടെ നമ്മൾ പഠിച്ചത്? റളിയല്ലാഹു അൻഹും വറളു അൻ പഠിച്ചതല്ലേ? സൂറ അൽ ബയ്യിനയിൽ പഠിച്ചതാണ് റളിയ. ഫതർള അപ്പോൾ താങ്കൾ സംതൃപ്തനാകും. എന്താണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകാൻ പോകുന്നത്? നിന്റെ നാഥൻ നിനക്ക് നൽകും, അപ്പോൾ നീ സംതൃപ്തനാകും. എന്താണ് നൽകാത്തത് അല്ലേ? എല്ലാം അള്ളാഹു നൽകിയതല്ലേ? അള്ളാഹു വാഗ്ദാനം ചെയ്തതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുന്ന, ഇസ്ലാമിക പ്രബോധന രംഗത്ത് ലഭിക്കുന്ന ഒരുപാട് വിജയങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ എല്ലാം അതിൻ്റെ ഭാഗമാണ്. നമ്മൾ സൂറത്തു നസ്റിൽ പഠിച്ചില്ലേ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് അല്ലേ? അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നെത്തിയാൽ അള്ളാഹു പിന്നീട് നിരന്തരം സഹായിക്കുന്നുണ്ട് റസൂലിനെ. അങ്ങനെയാണ് മക്ക വിജയവും ഇസ്ലാമിൻ്റെ വിജയമൊക്കെ സംഭവിക്കുന്നത്. അതെല്ലാം ചേർത്തുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് വലസൗഫ യുഅതീക റബ്ബുക, നിന്റെ റബ്ബ് നിനക്ക് തരും, എല്ലാം തരും. അങ്ങനെ ഫതർള താങ്കൾ സംതൃപ്തനാകും എന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്യാണ്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാവണം, ശുഭപ്രതീക്ഷ ഉണ്ടാവണം. അത് വളരെ പ്രധാനമാണ്. ഇന്ന് നമുക്ക് ഇല്ലാതെയായി പോകുന്ന കാര്യം അത് തന്നെയാണ്. എന്തെങ്കിലും ഒരു പരാജയം, ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴത്തേക്ക് ആകെ അസ്വസ്ഥരായി പോകുന്നില്ലേ? അങ്ങനെയല്ല, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ അങ്ങനെയൊക്കെ കുട്ടികൾ പലതും ചെയ്ത് കളയുന്നു. ചിലർ സൂയിസൈഡ് ചെയ്ത് കളയും അല്ലേ? പരീക്ഷയിൽ തോൽക്കുമ്പോഴേക്കൊക്കെ. അങ്ങനെയൊക്കെ വേണോ? പാടില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം. അള്ളാഹു കൂടെയുണ്ട്, അവൻ എനിക്ക് നൽകും, അവൻ എന്നെ വിജയിപ്പിക്കും. ജീവിതത്തിൽ ഇനിയും ഒരുപാട് ഘട്ടങ്ങൾ എനിക്ക് പിന്നിടാനുണ്ട്. ഈ ഒരു ചിന്ത മനസ്സിലുണ്ടാവണം. അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോൾ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ നമുക്ക് പറ്റും. 23 വർഷം കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച് തീർത്തത് ഒരായുസ് കൊണ്ട് ഒരാൾക്ക് അനുഭവിച്ച് തീർക്കാൻ കഴിയാത്ത അത്രയും പരീക്ഷണങ്ങളാണ്. പക്ഷെ എല്ലാം വിജയത്തിലേക്കുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കയറ്റങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതേപോലെ നമ്മുടെ ജീവിതത്തെയും നോക്കിക്കാണേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ വിശ്വാസം അർപ്പിക്കുന്ന, അവൻ്റെ വാഗ്ദാനങ്ങൾ പരിപൂർണമായും ഉൾക്കൊള്ളുന്ന, പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങുന്ന മക്കളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.